താങ്ക് യു അമീൻ, താങ്ക് യു. ആം ഐ ഓഡിബിൾ? ഏറെ സന്തോഷമുണ്ട്. ജോറിസ് വോക്സ് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം, അമീനസൻ പറഞ്ഞതിനകത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജോറിസ് വോക്സ് ചെറിയ ഫേം അല്ല. ഇന്ന് മലബാറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു അഭിഭാഷക ശൃംഖല തന്നെയാണ്. 5-6 വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ച നേടിയ അഭിഭാഷക സ്ഥാപനമാണ്. ഞാൻ പല ആളുകളോടും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ജോറിസ് വോക്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ റെഡ്ലി അഗ്രീഡ് ആയതും. അമീനസൻ ലോ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മികച്ച പ്രഭാഷകനും മികച്ച വായനക്കാരനും അദ്ദേഹത്തിന്റെ മികച്ച ഡിബേറ്റുകളൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പല വിഷയങ്ങളിലും അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം അഭിഭാഷക ജീവിതത്തിലും ഓൺലൈൻ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റിന് ശേഷം ഞാൻ ഇത് അവസാനിപ്പിച്ച ശേഷം എത്ര സമയമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദ്യങ്ങൾക്ക് എങ്കിൽ അത്രയും സമയം ഞാൻ ചോദ്യങ്ങൾക്ക് റിപ്ലൈ പറയാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കും. സത്യത്തിൽ അമീനസന്റെ പ്രാക്ടിക്കൽ സെഷൻ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ശരിക്കും പഠിക്കേണ്ടത്. മറ്റതെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് അമീനസൻ പറയാൻ സാധ്യത. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് മുമ്പിൽ വിലങ്ങുതടിയാൻ നിൽക്കില്ല. ഐ വിൽ കംപ്ലീറ്റ് ബൈ 7:30. അപ്പോൾ ഒരു 8:25 ഒക്കെ ആകുമ്പോഴേക്ക് ഞാൻ അവസാനിപ്പിക്കും. 8:20 ആകുമ്പോഴേക്ക് തന്നെ എന്തായാലും അവസാനിപ്പിക്കും. താങ്ക് യു. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ലോയുടെ സാധ്യതകളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ലോ ഒരു കരിയർ എന്ന നിലക്ക്, ജോലി എന്ന നിലക്ക് ഒരു ലോ എന്ന് അറിയുന്ന LLB കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധ്യതകളാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ വീണ്ടും പറയാം. ഒരു മിനിറ്റ് സ്ലൈഡ് ഷെയർ ചെയ്യാൻ വേണ്ടി 1 മിനിറ്റ് ഞാൻ സമയം എടുക്കുന്നു. സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. യെസ് ഓർ നോ പറയണം കേട്ടോ. യെസ് സർ. യെസ് സർ. താങ്ക് യു. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. 35 മിനിറ്റ്സ് ശേഷം നമുക്ക് വീണ്ടും ഡിസ്കഷൻ കൊണ്ടിരിക്കാം. ഇപ്പോഴും ഞാൻ ഇന്നലെ ഈ മലബാറിലെ കേരളത്തിന്റെ വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പായ സിജി, സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ, സിജിയിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. LLB പഠനത്തിന്റെ ആവശ്യമുണ്ടോ, LLB പഠിക്കണോ, ആവശ്യമുണ്ടോ, അതുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ. സിജിയുടെ സീനിയർ റിസോഴ്സ് പേഴ്സന്റെ ഗ്രൂപ്പായിരുന്നു അത്. ഞാനിത് 30 വർഷം മുമ്പ് LLBക്ക് പഠിക്കാൻ ചേരാൻ ഉദ്ദേശിച്ചപ്പോൾ കേട്ട അതേ കാര്യങ്ങളാണ് ആഫ്റ്റർ 30 years സ്റ്റിൽ ഐ ആം ഫേസിങ്. ലോ പഠിച്ചാൽ കുറെ വക്കീല മാത്രം ആകാൻ പറ്റും, വക്കീലായാൽ കേസ് ഉണ്ടാവില്ല, കേസ് ഉണ്ടെങ്കിൽ നുണ പറയണം. ഇത് തന്നെയാണ് 30-40 വർഷം മുമ്പും കേൾക്കുന്നത്. അപ്പൊ എന്റെ മുമ്പ് വന്നിട്ടുള്ള ആളുകളും അത് തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അതായത് ആളുകൾക്കിടയിൽ മനോഭാവത്തില്, ആറ്റിറ്റ്യൂഡില് ദർ ഈസ് നോ ചേഞ്ച്. മാറ്റം വന്നിട്ടില്ല. നമ്മൾക്കൊരിക്കലും ആളുകളെ മൊത്തം മാറ്റാനും കഴിയില്ല. എൻ്റെ ആവശ്യമില്ല. ലോകത്തെ മുഴുവൻ ആളുകളെ മാറ്റി മറിക്കാൻ നമുക്ക് നിയോഗമൊന്നുമില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന 41ഓളം ആളുകൾ നിയമത്തെക്കുറിച്ച് അറിയാൻ, നിയമ പഠനത്തെക്കുറിച്ച് അറിയാൻ, നിയമത്തിന്റെ കരിയർ സാധ്യതകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന 40ഓളം ആളുകൾ ഞാൻ ആഗ്രഹിച്ചു വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഞാൻ ഒരു കൗണ്ടറും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവരെയും അറിയിക്കേണ്ടതായിട്ടാണ്. താല്പര്യമുള്ളവർക്ക് അറിഞ്ഞാൽ മതി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ലോ കഴിഞ്ഞാലുള്ള ചില സാധ്യതകൾ നിങ്ങളുടെ അവതരിപ്പിക്കാം. അത് ദി ലിസ്റ്റ് ഈസ് നോട്ട് എക്സോസ്റ്റീവ്, കാരണം ഇത് കംപ്ലീറ്റ് അല്ല. ഇനിയും ഒരുപാട് എനിക്കറിയാവുന്ന കുറച്ചെണ്ണം മാത്രം പറയുക, പ്രോമിനന്റ് ആയ കുറച്ചെണ്ണം പറയുക എന്നുള്ളത് മാത്രമാണ്. എനിക്കറിയാത്ത ഒരുപാട് ഇനിയും ഉണ്ടാവും. അത് നിങ്ങൾ ഡിസ്കഷനിലൊക്കെ നിങ്ങൾ പറയുമെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. അതായത് നമ്മൾ ലോ പഠിക്കാൻ വരുമ്പോൾ നിറയെ ആളുകൾ നമ്മളെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല, നെഗറ്റീവ് കിട്ടിക്കൊണ്ടേയിരിക്കും. സമൂഹം അങ്ങനെയാണ്. MT അടുത്ത കാലത്ത് മരിച്ചുപോയ സാഹിത്യകാരൻ MTയുടെ പ്രസിദ്ധമായ വാചകമുണ്ട്.
സമൂഹത്തിന് വേട്ടക്കാരന്റെ മനസ്സാണ്. ഇര വീണു എന്ന് ഉറപ്പാവുന്നവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വീണാൽ സമൂഹം ഭയങ്കര ഹാപ്പിയാണ്. സമൂഹം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീഴുന്നത് വരെ കാത്തിരിക്കും. അതിനെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നവർക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റൂ. ലോ മാത്രം എടുത്താലേ വിജയിക്കാൻ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല. There are many options and law is one of the options. ലോയും ഒരു ഓപ്ഷനാണ്. കൃത്യമായി പ്ലാൻ ചെയ്യുകയും കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും കൃത്യമായി നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലോ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ചില വ്യക്തികൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ലോ പഠിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ പാർട്ട് ലോ ആൻഡ് ലോയേഴ്സ് എന്നൊരു പാർട്ട് ലോ കോളേജ് പഠിക്കാറുണ്ടായിരുന്നു. അബ്രഹാം ലിങ്കൻ അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്നു. അടിമവംശത്തിന് വിമോചകൻ, ലോ പഠിച്ച വ്യക്തിയാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് വ്ളാഡിമിർ ലെനിൻ ലോ പഠിച്ച വ്യക്തിയാണ്. 27 വർഷം ജയിലിൽ കിടന്ന ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡ് എന്ന് പറയുന്ന വർണ്ണവെറിക്കെതിരെ സമരം ചെയ്ത് ദക്ഷിണാഫ്രിക്കയിൽ 27 വർഷം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട് അത് അനുഭവിച്ച ശേഷം പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റായ നെൽസൺ മണ്ടേല ലോ പഠിച്ച വ്യക്തിയാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രഭാഷകരിൽ ഏറ്റവും മികച്ച ഒരു പ്രഭാഷകൻ ബാറക് ഒബാമ, ഫോമർ പ്രസിഡന്റ് ഓഫ് USA, ലോ പഠിച്ച വ്യക്തിയാണ്. ഫിഡൽ കാസ്ട്രോ, ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഫിഡൽ കാസ്ട്രോ ലോ പഠിച്ച വ്യക്തിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഭരത് മമ്മൂട്ടി എറണാകുളം ലോ കോളേജിൽ ലോ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ചമയങ്ങളില്ലാതെ എന്നാണ്. ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയിരിക്കുന്നത് എറണാകുളം ലോ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ഡോക്ടർ എം കൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, മമ്മൂട്ടി അഭിഭാഷകനായി തുടർന്നിരുന്നെങ്കിൽ കേരള ഹൈക്കോടതി ജഡ്ജോ സുപ്രീം കോടതി ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ മികച്ച അഭിഭാഷകനോ ആയേനെ. കാരണം എവിടെ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്യുന്നുവോ അവിടെ വിജയിക്കും. അപ്പൊ അദ്ദേഹം ഇതേ എഫേർട്ട് സിനിമാ മേഖല എടുത്തു മാത്രം ആ എഫേർട്ട് അഭിഭാഷക മേഖല തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉയരങ്ങൾ എത്തുമായിരുന്നു എന്നത് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു അസാധാരണമായ ജീവിത ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ EMS മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് വകുപ്പുകൾ, ആഭ്യന്തരം അടക്കം, വിദ്യുച്ഛക്തി അടക്കം, ജയിലടക്കം, ജലസേചനമടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം നിയമം ബിരുദം നേടിയ വ്യക്തിയാണ്. LLB ആണ് അദ്ദേഹത്തിന്റെ ബിരുദം. അദ്ദേഹം LLM PhD ഒന്നുമില്ല, LLB മാത്രമാണ്. രാംജത്ത് മലാനി 18 വയസ്സ് അഭിഭാഷകനായി 95 വയസ്സ് വരെ നീണ്ട 77 വർഷം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ക്രിമിനൽ ലോയറായി പ്രാക്ടീസ് ചെയ്ത രാംജത്ത് മലാനി LLB ബിരുദമാണ് അദ്ദേഹത്തിനുള്ളത്. നാനി പൽക്കിവാല ജീവിച്ചിരിക്കുമ്പോഴേ ഇതിഹാസമായ ഇന്ത്യയിലെ ഒരു പ്രതിഭയായ ഒരു അഭിഭാഷകൻ നാനി പൽക്കിവാല. അദ്ദേഹം LLB അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിഭാഷകൻ പ്രഗത്ഭനായ അഭിഭാഷകൻ, മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോഴും പാർലമെന്റ് അംഗം, പല പ്രധാനപ്പെട്ട പല കേസുകളിലും ഇന്ന് വാദിക്കുന്ന വ്യക്തി അഡ്വക്കേറ്റ് കപിൽ സിബൽ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ LLB ആണ്. ദൽവീർ ഭണ്ഡാരി അന്താരാഷ്ട്ര കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ അംഗമായ ആ ഇന്ത്യക്കാരൻ, LLB ബിരുദമാണ് അദ്ദേഹത്തിനുള്ളത്. ഹരീഷ് സാൽവെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ ശേഷം LLB എടുത്ത വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ. കാരണം ഇന്റർനാഷണൽ കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അഭിഭാഷകനാണ് ഹരീഷ് സാൽവെ. അദ്ദേഹം നിയമബിരുദധാരിയാണ്. KK വേണുഗോപാൽ മലയാളിയായ വ്യക്തിയാണ്. അദ്ദേഹം 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, പരമോന്നത പദവിയാണ്, ഒരു അഭിഭാഷകന് കിട്ടുന്ന പരമോന്നത പദവിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. 2 പ്രാവശ്യമായ വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏജ് 96 ആണ്. സ്റ്റിൽ ഹി ഈസ് പ്രാക്ടീസിങ്. LLB ആണ് ക്വാളിഫിക്കേഷൻ. KR ഗൗരിയമ്മ ട്രാവൻകൂർ ഭാഗത്തുനിന്ന് ഈഴവ സമുദായത്തിന് ആദ്യമായിട്ട് വനിത LLB ബിരുദം എടുക്കുകയും
ആദ്യത്തെ 957 EMS മന്ത്രിസഭയെ സുപ്രധാനമായ പല നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്ത KR ഗൗരിയമ്മ LLB ബിരുദധാരിയാണ്. KM മാണി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചുള്ള KM മാണി. അദ്ദേഹം നിരവധി തവണ നിയമമന്ത്രി കൂടി ആയിട്ടുണ്ട്. നിയമ ബിരുദധാരിയാണ്. ഇനി ചില 4 വ്യക്തികളെ, അമീൻ ഹസനും ഞാനും പഠിച്ച ഒരേ കോളേജിലാണ്, കോഴിക്കോട് ലോ കോളേജ്. കോഴിക്കോട് ലോ കോളേജ് പഠിച്ച 4 ആളെ ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കേരള മന്ത്രിസഭയിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. മുൻ KPCC പ്രസിഡന്റ്, 6-7 തവണ MP ആയി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. PS ശ്രീധരൻപിള്ള ഇപ്പോഴത്തെ ഗോവ ഗവർണർ, 200-ലേറെ പുസ്തകം രചിച്ച വ്യക്തി, BJP നേതാവായിരുന്ന, BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള കോഴിക്കോട് ലോ കോളേജ് മാഗസിൻ എഡിറ്ററായിരുന്നു. MP അബ്ദുസ്സമദ് സമദാനി ഇപ്പോൾ ലോക്സഭാ അംഗം. അദ്ദേഹം മുമ്പ് രാജ്യസഭാ അംഗമായിരുന്നു, മുമ്പ് നിയമസഭാ അംഗമായിരുന്നു. രാജ്യസഭാ അംഗമായും ലോകസഭാ അംഗമായും നിയമസഭാ അംഗമായും പ്രവർത്തിച്ച ശ്രീ അബ്ദുസ്സമദ് സമദാനി കോഴിക്കോട് ലോ കോളേജിൽ LLB വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഫിലോസഫിയിൽ PhD എടുക്കുകയും ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഇവരാരും പോയ വഴികൾ മോശമല്ല. പല മേഖലയിലും അത് ആവശ്യമാണ്. ഇത്രയും ആളുകൾ പോയ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചില എക്സാമ്പിളുകൾ മാത്രം ഒരു 7-8 മിനിറ്റ് കൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ചില ആളുകളുടെ പേര് മാത്രം. ഇവരൊക്കെ പോയ വഴികൾ, ഇപ്പൊ സമദാനി സാഹിബ് ആണെങ്കിൽ ഞാൻ അവിടെ LLBക്ക് പഠിക്കുമ്പോഴാണ് അവിടെ ഈവനിങ് ചേർന്നത്. അതേപോലെ ഇന്ത്യൻ പാർലമെന്റിൽ പോകുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അതെന്താ ലീഗൽ ടേം പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. LK അദ്വാനി മെൻസ്രിയ എന്ന വാക്ക് പറഞ്ഞു. മെൻസ്രിയ എന്ന് പറഞ്ഞാൽ മെന്റൽ ഇന്റൻഷൻ, അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അദ്വാനി ചോദിച്ചപ്പോഴാണ് മെന്റൽ ഇന്റൻഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റത്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിയമവിരുദ്ധം എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കോഴിക്കോട് ലോ കോളേജിൽ ചേർന്നത്. അപ്പോൾ എന്താണ് ലോ പഠിച്ചാൽ പ്രയോജനം? ഇത് എല്ലാവർക്കും അറിയാം. അവിടെ ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അഭിഭാഷകനാവാം. LLB കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യയിലെ ഏത് കോടതിയിലും അഭിഭാഷകനാവാം. നിങ്ങളുടെ നാട്ടിലെ മജിസ്ട്രേറ്റ് കോർട്ടിലോ മുൻസിഫ് കോർട്ടിലോ അഭിഭാഷകനായി തുടങ്ങിയിട്ട് പരമോന്നത കോടതിയോ സുപ്രീം കോർട്ടിലോ, നിങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ അന്തമാനിലോ ലക്ഷദ്വീപിലോ വേറെ എവിടെയെങ്കിലും ഇന്ത്യക്കകത്ത് എവിടെയും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യാൻ LLB ബിരുദം മാത്രം മതി. അഡ്വക്കേറ്റ് ആവുക. അഡ്വക്കേറ്റ് ആകുമ്പോൾ ഇതാണ്, നിങ്ങൾ LLB കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷമോ 5 വർഷത്തെ കോഴ്സ്, 3 ഇയർ കോഴ്സ്, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ 3 ഇയർ കോഴ്സ്, +2 കഴിഞ്ഞവരാണെങ്കിൽ 5 ഇയർ കോഴ്സ്. ഇതാണ് LLB ബിരുദത്തിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് LLB പാസ്സായിട്ട് 5 ഇയറോ 3 ഇയറോ പാസ്സായിട്ട് കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്നു. എൻറോൾ ചെയ്ത ശേഷം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യാം. കേരള ഹൈക്കോടതി ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ എൻറോൾ ചെയ്യുന്നു. ശരി. ഇനി ഇവിടെ തന്നെ അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല സ്പെഷ്യലൈസേഷനും എടുക്കുന്ന നല്ലതാണ്. ഡോക്ടേഴ്സ് പല സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന പോലെ അഡ്വക്കേറ്റ് ആയ ശേഷം സിവിൽ ക്രിമിനൽ മേഖലയിൽ എല്ലാവരും പോകുന്നതാണ്, അത് പോവാം. അത് കൂടാതെ ചില മേഖലകൾ അതിവേഗം പരിചയപ്പെടുത്തുകയാണ്. കോർപ്പറേറ്റ് ലോയറിംഗ് ഇനിയുള്ള കാലത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണ് കോർപ്പറേറ്റ് ലോയറിംഗ്. കമ്പനി ലോയിൽ നല്ല അവഗാഹം ഉണ്ടാവുക, നോളജ് ഉണ്ടാവുക, കമ്പനി ലോയിൽ നല്ല എക്സ്പെർട്ട് ആവുക, കമ്പനികൾ, പാർട്ട്ണർഷിപ്പുകൾ, LLPകൾ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ, ഫേംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ട നിയമോപദേശം കൊടുക്കുക. അപ്പൊ ഇനിയുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ കാലം തന്നെയാണ്. അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട നിയമോപദേശം കൊടുക്കുക, അതാണ് ആ ഒരു മേഖല. യെസ്, ഞാൻ വെച്ചിരിക്കുന്ന ചിത്രം ചിദംബരമാണ്. അദ്ദേഹം പ്രഗത്ഭനായ കമ്പനി ലോയറാണ്, മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. യെസ്, എൻവയോൺമെന്റൽ ലോയർ, പാരിസ്ഥിതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പരിസ്ഥിതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ലോയർ ആവുക, അല്ലെങ്കിൽ ആ മേഖല എക്സ്പെർട്ട് ആവുക. ഹരീഷ് വാസുദേവനാണ് ചിത്രം കാണിച്ചിട്ടുള്ള അദ്ദേഹം, ഫേമസ് ആണ്, കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഹരീഷ് വാസുദേവൻ. പരിസ്ഥിതിക മേഖല അത് ഇന്റർനാഷണലി തന്നെ സ്കോപ്പുള്ളതാണ്. ഈ കമ്പനി ലോയറിങ്ങും ഇന്റർനാഷണൽ സ്കോപ്പുള്ളതാണ്.
എൻവയോൺമെന്റൽ ഓൾ ദ വേൾഡ് ഇന്റർനാഷണലി തന്നെ സാധ്യതയുള്ളൊരു മേഖലയാണ്. സൈബർ ലോയറിങ് ഇനി ഡിമാൻഡ് കൂടി വരും. നിങ്ങൾക്കറിയാം, ഇപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഒരു 46 അമീനാസിനൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. നിങ്ങൾ ഇന്നിപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, സാറേ അക്കൗണ്ടിലേക്ക് 46,000 രൂപ വന്നു. എന്നിട്ട് വേറെ ടീം വിളിക്കുകയാണ്, അത് അറിയാതെ വന്നതാണ്, എനിക്ക് തിരിച്ചയക്കണം. നമ്മൾ എന്ത് ചെയ്യണം? എത്ര 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 സൈബർ തട്ടിപ്പ് ആണ് ഓരോ ദിവസവും കേൾക്കുന്നത്. പറയാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. OTP പറഞ്ഞു തരുമോ? എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ബാങ്ക് മാനേജർമാർ വരെ OTP പറഞ്ഞെടുക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് 2 ദിവസത്തൊക്കെ അറസ്റ്റ് ചെയ്യാണ്. ഡൽഹിയിൽ നിന്ന് പോലീസാണ് അറസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ, മേഖലകൾ പുതുതായി വരുന്നു. അത്തരം തട്ടിപ്പിന്റെ മേഖല, സൈബർ മേഖല. ഇനി മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും സൈബർ മേഖല ആക്റ്റീവാണ്. അതുകൊണ്ട് തട്ടിപ്പുകൾ ആക്റ്റീവായിരിക്കും. അത്തരം മേഖലകളിൽ ഇപ്പോഴുള്ള അഡ്വക്കേറ്റ്സ് അത്ര എക്സ്പേർട്ടായി ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവർ ടെക്നോളജി അത്ര എക്സ്പേർട്ട് ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് IPR, ഭൗതിക സ്വത്തവകാശ നിയമം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് തുടങ്ങിയ മേഖലയിൽ. അത് പിന്നെ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിന് അതേ പേര് വേറെ ആളിട്ടു, ആ ഷോപ്പിന് അതേ ലോഗോ പോലെ വേറെ ആളിട്ടു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് തർക്കങ്ങൾ. പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ അത്തരം മേഖലയിൽ എക്സ്പേർട്ടായ അഭിഭാഷകനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. സർവീസ് ഇഷ്യൂസ്, ലേബർ ഇഷ്യൂസ്, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, പെൻഷൻ, പ്രമോഷൻ, സസ്പെൻഷൻ, ഡിസ്മിസൽ, ട്രാൻസ്ഫർ, ഒരുപാട് വിഷയങ്ങൾ. ഇത്ര ലക്ഷക്കണക്കിന് ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. അവിടെ ഇഷ്യൂ പഠിക്കുന്നത് എക്സ്പെർട്ട് ആവാം. തൊഴിലാളികൾ എത്ര ആളുണ്ട് കേരളത്തിൽ? തൊഴിലാളി പ്രശ്നങ്ങൾ, ലേബർ നിയമങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച് ലേബർ നിയമങ്ങൾ എക്സ്പെർട്ട് ആവാം. ടാക്സ്, മാത്തമാറ്റിക്സ് പോലെയാണ്. കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുന്നു. നന്നായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം ടാക്സിൽ. അതിനകത്ത് നന്നായി അവഗാഹം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മികച്ച ടാക്സ് ലോയർ ആവാം. RTI ലോയർ, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വന്നിട്ട് റൈറ്റ് ഇൻഫർമേഷൻ 10 രൂപ കൊടുത്താൽ നമ്മൾക്ക് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റിന്റെ പല വിവരങ്ങളും കിട്ടും. അപ്പൊ അത്തരം വിവരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവരാവകാശ നിയമത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകനാവാം. കൺസ്യൂമർ, സാധനങ്ങൾ വാങ്ങിയിട്ട് മോശമായി, സാധനങ്ങൾ മാറ്റി തരുന്നില്ല, പൈസ തരുന്നില്ല, കേസ് കൊടുക്കാം. കൺസ്യൂമർ കോടതികളുണ്ട്. സേവനങ്ങൾ മര്യാദക്ക് തരുന്നില്ല, അപ്പോൾ അത് കോടതി കേസ് കൊടുക്കാം. അത്തരം മേഖലകളിലെ കൺസ്യൂമർ ലോയറായി മാറാം. ഞാൻ 10-15 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ അഭിഭാഷകനാവുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്പെഷ്യലൈസേഷനാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. എല്ലാവരും പോകുന്ന വഴികളിലൂടെ പോയിട്ട് അവിടെ ഒന്നും കഴിയുന്നില്ല എന്ന് പറയുന്നതിന് അപ്പുറത്ത് അതിനു പകരം ആരും പോകാത്ത വഴികളിലൂടെ പോവുകയും അവിടെ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, എല്ലാ മേഖലയെക്കുറിച്ചും പൊതുവായ വിജ്ഞാനവും ഒരു മേഖലയെക്കുറിച്ച് എക്സ്പെർട്ട് നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി ആളുകൾ വരും. അപ്പൊ ഒന്നാമത്തെ ഞങ്ങൾ അവസാനിപ്പിച്ചു, അഭിഭാഷകനാവുക. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ഉദ്ദേശിച്ചിട്ടില്ല, ചില സൂചനകൾ മാത്രം തന്നു പോവുകയാണ്. രണ്ടാമത്തെ ജഡ്ജാവാം. ജഡ്ജാവാന് പറ്റും. ജഡ്ജാവാന് നിങ്ങൾക്ക് പിന്നെ സുപ്രീം കോടതി ജഡ്ജാവാം, ഹൈക്കോടതി, ഇത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്, ലോക കോടതി, കേരള ഹൈക്കോടതി ഒക്കെ ജഡ്ജാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മുൻസീഫോ മജിസ്ട്രേറ്റോ ആവാം. എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ മുൻസീഫോ മജിസ്ട്രേറ്റോ ഒക്കെ ആവാൻ പറ്റും. പ്രമോഷൻ കിട്ടി പോവാം. അപ്പോൾ ജഡ്ജ് ആവുക. കുറേ പേര് ജസ്റ്റ് LLB കഴിഞ്ഞിട്ട് ജഡ്ജ് ആവുന്ന ധാരാളം ആളുകളുണ്ട്. അത് വലിയൊരു പവർഫുൾ പോസ്റ്റാണത്. ജസ്റ്റ് LLB കഴിഞ്ഞിട്ട് ജഡ്ജായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. 23-24 വയസ്സായപ്പോഴേക്ക് ജഡ്ജായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ താഴേന്ന് മുൻസീഫ് മജിസ്ട്രേറ്റ് ആയി, പിന്നെ പ്രൊമോഷനായി ജില്ലാ ജഡ്ജ് എത്തുന്നു, പിന്നെ ഹൈക്കോടതി ജഡ്ജ് എത്തുന്നു. നേരിട്ട് ജില്ലാ ജഡ്ജ് ആവുന്ന കേസുകളുണ്ട്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് വെച്ചോളൂ. ഐ വിൽ കം ടു ക്വസ്റ്റ്യനിലേക്ക് വെച്ച് വരാം. ഞാൻ ഈ പറയാനുള്ളത് ഓർഡറിൽ പറഞ്ഞു പോയിട്ടാണ്. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നേരിട്ട് ജില്ലാ ജഡ്ജ് ആവാം, നേരിട്ട് ഹൈക്കോടതി ജഡ്ജ് ആവാം, നേരിട്ട് സുപ്രീം കോടതി ജഡ്ജും ആവാം. അതല്ലാതെ താഴേന്ന് മുൻസീഫ് മജിസ്ട്രേറ്റ് ആയിട്ട് പ്രൊമോഷനായിട്ടും വരാം. അപ്പൊ ജഡ്ജ് ആവുക എന്നുള്ളത് ഒരു മേഖലയാണ്. മൂന്നാമത്തത്, 2 മേഖലയെ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ ക്വാസി ജുഡീഷ്യൽ മേഖല.
നേരത്തെ പറഞ്ഞു കൺസ്യൂമർ കോടതി, സാധനങ്ങൾ മോശമായാലും മാറ്റി തരുന്നത്. ശരിക്കും കോടതി എന്ന് പറയാൻ പാടില്ല, ഫോറം. നിരവധി ട്രിബ്യൂണലുകൾ, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ഇൻകം ടാക്സ് ട്രിബ്യൂണൽ, ധാരാളം ട്രിബ്യൂണലുകൾ, നിരവധി കമ്മീഷൻ എന്ന് വെച്ചാൽ മനുഷ്യാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഭൂരിപക്ഷ കമ്മീഷൻ, കുട്ടികളുടെ കമ്മീഷൻ, ചൈൽഡ് റൈറ്റ് കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കമ്മീഷൻ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ലോക്പാൽ, ഇവിടെയൊക്കെ മെമ്പർ ആവാൻ പറ്റും. ഇതൊക്കെ മിക്കവാറും LLB കഴിഞ്ഞ ആളുകൾക്കാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ സാധ്യതകൾ. ഇനി ഗവൺമെന്റിന് ലോയർ ആവാം. സ്റ്റാർട്ടിങ്ങിൽ PSC പരീക്ഷ എഴുതിയിട്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം, പ്രൊമോഷൻ കിട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാം, അതിന് പ്രൊമോഷൻ കിട്ടിയതിന് പോവാം. അത് കൂടാതെ 5 വർഷത്തേക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടോ നിയമിക്കുന്നു, APP ആയിട്ടോ PPA ആയിട്ടോ ഒക്കെ നിയമിക്കുന്നുമുണ്ട്. 2 രൂപത്തിലുണ്ട്. എക്സാം എഴുതിയിട്ട് PSC പരീക്ഷ എഴുതി പെർമനന്റ് ആവാം, അതല്ലെങ്കിൽ 5 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് ആവുകയും ചെയ്യാം, ഒരു സാധ്യത. മറ്റൊരു മേഖലയാണ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന രീതി. ഇത് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ആവശ്യമാണ്. കാരണം ആളുകൾക്ക് 5-6 വർഷമൊന്നും കേസ് നടത്താൻ താല്പര്യമില്ല. വലിയ വലിയ കമ്പനികൾക്ക് ഒരുപാട് സമയം കേസ് നടത്താനില്ല. സോ ദേ വാണ്ട് ടു സെറ്റിൽ, അവർ പെട്ടെന്ന് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പരിഹരിച്ച് 2 കൂട്ടരും കോടികളുടെ ബിസിനസ് ഒക്കെ ആയിരിക്കും പറഞ്ഞ് പരിഹരിക്കുക. അപ്പോൾ 2 കൂട്ടരും ഹാപ്പി ആവും. ജയവും തോൽവിയില്ല, വിൻ വിൻ സിറ്റുവേഷൻ ആണ്. 2 കൂട്ടരും പറഞ്ഞ് ഹാപ്പിയാക്കി സന്തോഷത്തോടെ പിരിച്ചുവിടുകയാണ്, ആ പ്രശ്നം സെറ്റിൽ ചെയ്യാണ്. അതിനാണ് അത് പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് നല്ല ഡിമാൻഡ് ഉണ്ട്, മീഡിയേഷൻ ഉണ്ട്, ആർബിട്രേഷൻ ഉണ്ട്, പല 5 ടൈപ്പ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയാണ്. വളരെ ഹാപ്പി ആയിട്ട്. സാധാരണ കോടതിയിൽ ജയവും തോൽവി ഉണ്ടാവും. ഇപ്പോൾ 2 കൂട്ടർ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബാങ്ക് ലോൺ എടുത്തു, ഒരു പയ്യൻ ബാങ്ക് ലോൺ എടുത്തു. അവന് BTech പഠിക്കാനാണ് ബാങ്ക് ലോൺ എടുത്തത്. ഒരു 5 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തു വിചാരിക്കുക. BTech എല്ലാം കഴിഞ്ഞു, അവന് തിരിച്ചടക്കാൻ പറ്റില്ല. അവന് കിട്ടിയ ജോലി ആകെ 12,000 ജോലിയാണ്. ഇതുണ്ടായ സംഭവമാണ്, 12,000 ജോലിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് 8-10 വർഷം കഴിഞ്ഞ്, BTech കഴിഞ്ഞ് 5-8 വർഷം കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അടക്കാനുള്ളത് 8 ലക്ഷം 10 ലക്ഷം ആയിട്ടുണ്ടാവും. അത് നെഗോസിയേഷന് വരണം. അപ്പൊ ബാങ്കിൽ കുറെ കാലങ്ങളായി കിട്ടാതെ കിടക്കണ പൈസ. ഇവൻ പറയുന്നത് സാറേ ഞാൻ 12,000 വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് സെറ്റിൽ ചെയ്യാം. അപ്പൊ അടക്കേണ്ടതിന് കുറച്ച് പലിശ ഒഴിവാക്കിയിട്ട് ബാക്കി എമൗണ്ട് അടക്കുക എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തപ്പോൾ 2 കൂട്ടർക്കും അത് പരിഹാരമുള്ള ഒരു 2 കൂട്ടർക്കും ഹാപ്പി ആവുന്ന പരിഹാരത്തിലേക്ക് എത്തുക. ഇതാണ് ADRന്റെ സാധ്യത. ഇതിന് ഇനി സാധ്യത ഡിമാൻഡ് കൂടി വരികയുള്ളൂ. ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ലെവൽ ADR ഉണ്ട്, വലിയ വലിയ കമ്പനികളുടെ ADR ഉണ്ടാവും. അപ്പൊ അത്തരം സാധ്യതകൾ വളരെ ഡിമാൻഡുള്ള ഒരു ഏരിയയാണ് ADR. ഇന്ത്യൻ ആർമിയിൽ അടിപൊളി പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ പേരാണ് ജാഗ്, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. അതൊരു ഗസ്റ്റ് ഓഫീസർ പോസ്റ്റാണ്. ആ ജാഗിന് ഈക്വലന്റ് ആയ പോസ്റ്റ് കേരള പോലീസിലെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് സൂപ്രണ്ടാണ്, ജില്ലാ പോലീസ് സൂപ്രണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈക്വലന്റ് ആണ് ആർമിയിലെ ജാഗ് എന്ന പോസ്റ്റ്, ഗസ്റ്റ് ഓഫീസർ പോസ്റ്റ്. അപ്പോൾ അത് നോക്കാം ഇന്ത്യൻ ആർമിയിൽ. പിന്നെ അതുപോലെ ഇന്ത്യൻ നേവി ലീഗൽ ഓഫീസർ ഉണ്ട്. അത് ഫസ്റ്റ് പോസ്റ്റിന്റെ പേര് സബ് ലെഫ്റ്റനന്റ് എന്നാണ്. ദാറ്റ് സബ് ലെഫ്റ്റനന്റ് ഈസ് ഈക്വലന്റ് ടു DYSP ഓഫ് കേരള പോലീസ്. കേരള പോലീസിന്റെ DYSPക്ക് ഈക്വലന്റ് ആണ് ഇന്ത്യൻ നേവിയിലെ പോസ്റ്റ്. ഇന്ത്യൻ എയർഫോഴ്സും സെയിം പോസ്റ്റ് ഉണ്ട് കാണിച്ചു. അപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്. മറ്റൊരു മേഖല അക്കാഡമിക്സ്. നിങ്ങൾക്ക് ലോ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ പോകാൻ എത്രയാണ് സാധ്യത? 40 ലോ കോളേജ് ഉണ്ട് കേരളത്തിൽ, 150 ലോ കോളേജ് ഉണ്ട് കർണാടകയിൽ. ഈ 2 സ്റ്റേറ്റ് മാത്രമായി 190. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ ലോ കോളേജ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യയിൽ ഏത് ലോ കോളേജ് പഠിപ്പിക്കാം? ആസാമിൽ പഠിപ്പിക്കാം, യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയ പഠിപ്പിക്കാം, USTM കോളേജ് പഠിപ്പിക്കാം, ജമ്മു കാശ്മീർ പഠിപ്പിക്കാം. അപ്പൊ ഇന്ത്യയിൽ എത്ര ലോ കോളേജുകൾ, ഇന്ത്യ എത്ര ലോ യൂണിവേഴ്സിറ്റികൾ, അത്രയും സ്ഥലത്ത് പഠിപ്പിച്ചുകൂടെ? അപ്പൊ എത്ര സാധ്യത? അതിന് പഠിപ്പിക്കാൻ വേണ്ടത് നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ LLB കൂടാതെ LLBയുടെ PG, LLM, മാസ്റ്റർ ഓഫ് ലോ വേണം. പിന്നെ നെറ്റ്, UGC നെറ്റ് വേണം. യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഇപ്പൊ PhD വേണം. കോളേജുകളിൽ ഇപ്പോഴും PhD വന്നിട്ടില്ല. അപ്പൊ എത്രയാണ് സാധ്യത? ഇന്ത്യയിലെ എത്ര യൂണിവേഴ്സിറ്റികളിൽ എത്ര കോളേജുകൾക്ക് പഠിപ്പിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു 2000-ഓളം ഉണ്ടാവും.
കാരണം കേരളം തമിഴ്നാട് മാത്രം വരുമ്പോൾ 200 ഉണ്ടെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ 2000 മുകളുണ്ടാവും. അത്ര സ്ഥാനം പഠിപ്പിക്കാൻ പറ്റും. ഇതിൽ PhD എടുക്കാം. ലോയിൽ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ, ഇഷ്ടപ്പെട്ട വിഷയത്തിൽ, ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് PhD എടുക്കാം. എഴുതാം, ലീഗൽ വർക്കുകൾ എഴുതാം, പുസ്തകങ്ങൾ എഴുതാം, ലോയുടെ പല മേഖലകളിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതാം, ഫേസ്ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യാം. ഒക്കെ അത് മേഖലയാണ്. ആ പുതിയ പുതിയ വിജ്ഞാനങ്ങൾ ലോയിൽ, പുതിയ കേസ് ലോ വന്നപ്പോൾ, ഒരു കോടതി വിധി വന്നപ്പോൾ, പുതിയൊരു ആക്ട് വന്നപ്പോൾ ഒക്കെ എഴുതാം. യെസ്. ഇനി മറ്റൊരു മേഖല കോർപ്പറേറ്റ് ജോബ്സ്. കോർപ്പറേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ LLB കഴിയുമ്പോഴേക്ക് ഫൈനൽ സം, അത് കൂടി വരികയാണ്. ഫൈനൽ സം ആകുമ്പോഴേക്ക് നിങ്ങളെ പ്ലേസ്മെന്റ് ചെയ്യാൻ കമ്പനികൾ വരികയാണ്. നിങ്ങൾ നല്ല CV ആയിരിക്കണം. ആ CV നോക്കിക്കൊണ്ട് ആളുകൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു, നല്ല സാലറി തരുന്നു, നല്ലോണം പഠിപ്പിക്കുന്നു. കോർപ്പറേറ്റ് ജോബ്സ്. അപ്പോൾ അവർ നിങ്ങളെ അക്വയർ ചെയ്യണം. ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് അവിടെ ഉയർന്ന ശമ്പളത്തിൽ വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യാൻ പറ്റുന്നു. പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കോളേജിലും പ്ലേസ്മെന്റ് ഉണ്ട്. നല്ല രസകരമായ അന്തരീക്ഷത്തിൽ. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ഇപ്പോൾ ചെന്നൈ കിട്ടി, നല്ല ശമ്പളം, 3 നേരം ഭക്ഷണം കമ്പനിയിൽ നിന്ന്, അടിപൊളിയാണ്. അവിടെ വളരെ ഫ്രീ ആയിട്ട് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ചെയ്യും. അത് ഇഷ്ടപ്പെട്ട കമ്പനി അന്തരീക്ഷം. പല ഏരിയ ഉണ്ട്. പോട്ടെ. ഇനി പത്രപ്രവർത്തന മേഖല ആണ് താല്പര്യമെങ്കിൽ, അമീനസ് എനിക്കറിയാം പത്രപ്രവർത്തന മേഖലയിലാണ് വരുന്നത് ലോയിലേക്ക്. ലോയിൽ കഴിഞ്ഞ ഒരാൾക്ക് പത്രപ്രവർത്തനം നടത്താം. നല്ല ഡിമാൻഡുള്ള ഏരിയ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ല, അമീനസിനൊക്കെ പലപ്പോഴും TV ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ. കാരണം ലോയും അറിയാം, പത്രപ്രവർത്തനം അറിയാം. അതുകൊണ്ടാണ് TV ചാനൽ ചർച്ച തിളങ്ങാൻ കാരണം. അത് നല്ല സ്കോപ്പുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഈ ലൈവ് ലോ എന്ന് പറയുന്ന ലോക്ക് മാത്രമുള്ളൊരു മാഗസിൻ ഉണ്ട്. ബാർ ആൻഡ് ബെഞ്ച് ലോക്ക് മാത്രമുള്ളൊരു മാഗസിനാണ്. ടാക്സ് സംബന്ധം കാര്യങ്ങൾക്ക് മാത്രമുള്ള മാഗസിനാണ് ടാക്സ് കാൻ. ഇനി ലീഗൽ യൂവേഴ്സിന് പത്രം വരുന്നുണ്ട്. പത്രപ്രവർത്തന മേഖലയിൽ സ്കോപ്പ് ഉണ്ട്. ന്യൂസ് പേപ്പറിൽ ലീഗൽ റിപ്പോർട്ടിംഗ് നടത്താം, ചാനലിൽ ലോ റിപ്പോർട്ടർ ആവാം, ലോ ജേർണലിൽ വർക്ക് ചെയ്യാം. ഒരുപാട് സാധ്യത. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സാധ്യതയാണ് LP എന്ന് പറയും, ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇതിന്റെ കമ്പനി നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലോ, സ്വീഡനിലോ, ജർമ്മനിയിലോ, ഡെൻമാർക്കിലോ, US-ലോ, UK-ലോ, കാനഡയിലോ ആയിരിക്കും. നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നെറ്റ് കണക്ഷനുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ടായാൽ മതി. അവർക്ക് വർക്ക് അയച്ചു തരും. ലീഗൽ വർക്കായിരിക്കും. ആ വർക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയോ? വേണ്ട, ബേസിക് ട്രെയിനിങ് തരും. ബേസിക് ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ വർക്കുകൾ ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി. എല്ലാ മാസവും നിങ്ങൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് 1-ാം തീയതി നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ എത്തും. അപ്പോൾ ഒരു ലാപ്ടോപ്പും നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ബേസിക്കായി ലോ അറിയുകയും അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷൻ പറ്റുമെങ്കിൽ ആ ട്രെയിനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇത് കൂടി വരും. കാരണം വിദേശ രാജ്യങ്ങളിൽ കൂലി കൂടുതലാണ്. അപ്പോൾ ആ വർക്ക് നമ്മളെ കൂടെ ചെയ്യിപ്പിക്കും. ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഞാൻ ഇത്രയും നേരത്തെ പറഞ്ഞതൊക്കെ പൈസ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി പൈസ ഒന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനമാണ് താല്പര്യമെങ്കിൽ ഏറ്റവും നല്ല ലോ അല്ലേ. സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കണം, സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ലോ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ സമൂഹത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ, നിങ്ങൾ മനുഷ്യാവകാശ വിഷയമായിട്ട് എല്ലാ കാലത്തും പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കസേര ഉണ്ടാവും. ഒരു പാരിസ്ഥിതിക പ്രശ്നവുമായി സമീപിക്കുമ്പോൾ ഒരാളത്ത് പോകുമ്പോൾ, ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, ദളിതർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിക്കാം. വിവരാവകാശ മേഖലയിലൊക്കെ പ്രവർത്തിക്കാം. അതൊക്കെ ലോ ഉണ്ടെങ്കിൽ ഒരു അന്തസ്സ് അതിനകത്ത് ഉണ്ട്. യെസ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അവിടെ ലോ പഠിച്ചാൽ സ്കോപ്പ് ഉണ്ട്. UN-ൽ സ്കോപ്പ് ഉണ്ട്. UN-ൽ യങ് അഡ്വക്കേറ്റ്സ് പ്രോഗ്രാം എന്ന പ്രോഗ്രാം ഉണ്ട്. UN-ൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. UN-ൽ ലോ കഴിഞ്ഞ് ജോലി ചെയ്യാം. സിവിൽ സർവീസ് മേഖല, IAS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ലോ കഴിഞ്ഞ് പോകുന്നത് നല്ലതാണ്. 2-3 കാരണമുള്ളത്. ഒന്ന്, IAS കുറച്ച് ബേസിക് ലോ പഠിക്കണം. ഭരണഘടന അടക്കമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കണം. അത് ലോ കോളേജിന് കിട്ടും. അപ്പോൾ നല്ലതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിയുന്ന ഒരാള്, SI ആയാലും പഞ്ചായത്ത് സെക്രട്ടറി ആയാലും മുനിസിപ്പൽ സെക്രട്ടറി ആയാലും വില്ലേജ് ഓഫീസർ ആയാലൊക്കെ ലോ അറിഞ്ഞാൽ പവർ കൂടും. അപ്പോൾ സിവിൽ സർവീസിനാണ് പോകാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ LLB കഴിഞ്ഞിട്ട് പോകുന്നത് നല്ലത്. കാരണം നിങ്ങൾക്ക് കുറച്ച് ലോ അവിടെ പഠിക്കും.
ഭരണഘടന അവിടെ പഠിക്കും. മാത്രമല്ല ലോയുടെ എക്സാം എഴുതുന്ന സ്റ്റൈൽ തന്നെയാണ് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമും. നിങ്ങളെ ലോയുടെ പേപ്പർ എഴുതുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമും. അപ്പൊ ഇത് ഞാൻ കാണിച്ചു കണ്ട് ചിത്രങ്ങളൊക്കെ LLB കഴിഞ്ഞ IAS പോയ ആളുകളാണ്. പ്രശാന്ത് നായർ, പ്രശാന്ത് ബ്രോ മലപ്പുറം കോഴിക്കോട് കളക്ടറായിരുന്നു. ഓപ്പറേഷൻ സുലൈമാൻ പുസ്തകം എഴുതിയ വ്യക്തിയാണ്. ഇനി ഞാൻ തള്ളട്ടിന പുസ്തകം എഴുതിയ വ്യക്തിയാണ് പ്രശാന്ത് ബ്രോ. മറ്റൊരു അനൂപ് കുരുവിള ജോൻ, അദ്ദേഹം നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ പഠിച്ച ശേഷം IPS എടുത്ത വ്യക്തിയാണ്. പ്രശാന്ത് ബ്രോ തിരുവനന്തപുരം ലോ കോളേജ് പഠിച്ച വ്യക്തിയാണ്. കമ്പനി സെക്രട്ടറിയും ലോയും. ലോ പഠിക്കുന്ന ആൾക്ക് കമ്പനി സെക്രട്ടറി പഠിക്കാൻ പറ്റുമെങ്കിൽ, ലോയുടെ കൂടെ തന്നെ കമ്പനി സെക്രട്ടറി പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഫഷനാണത്. പോസിബിൾ ആണ്. ലോ പ്ലസ് CS നല്ല ഓപ്ഷനാണ്. കാരണം നിയമം അറിയാം, കമ്പനി ഭരണം അറിയാം, ഡിമാൻഡ് ഉണ്ടാവും, നല്ല സ്കോപ്പ് ഉണ്ടാവും. ലോ പ്ലസ് MBA, കാരണം ലോ അറിയുന്ന ആൾക്ക് മാനേജ്മെന്റ് കൊണ്ട് അറിയാൻ പറ്റുമെങ്കിൽ നല്ല ഡിമാൻഡാണ്. കാരണം ഏത് സ്ഥാപനത്തിലും ഒരുപാട് സ്റ്റാഫ് ഉണ്ടെങ്കിൽ, 10-20 സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ MBA കാരൻ വേണം. അയാൾക്ക് ലോ കൂടി അറിയെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഭാവിയിൽ MBA പ്ലസ് ലോ നല്ല ഡിമാൻഡുള്ള പ്രൊഫഷനാണ്. ലോ പ്ലസ് MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, സാമൂഹ്യ സേവനം സയന്റിഫിക്കായി ചെയ്യാൻ പഠിപ്പിക്കുന്ന കോഴ്സാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ഇവിടെ സോഷ്യൽ വർക്കിൽ ഒരാള് പ്രായമായ ആളുകളെ കുറിച്ചുള്ള സോഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. അയാൾക്ക് പ്രായമായ ആളുകളുടെ അവകാശങ്ങൾ കൂടി അറിയാമെങ്കിലോ, അയാൾക്ക് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് കൂടി അറിയാമെങ്കിലോ, അപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ലോ ആൻഡ് MSW സോഷ്യൽ വർക്കും ലോയും നല്ല ഡിമാൻഡുള്ള കോമ്പിനേഷനാണ്. ലോ ആൻഡ് സൈക്കോളജി, ശരിക്കും ഒരു ലോയർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റാണ്. അയാൾ MSc സൈക്കോളജിയോ MA സൈക്കോളജിയോ പഠിക്കണമെന്നില്ല. കാരണം ലോയർക്ക് തന്നെ മുമ്പ് എഴുതുന്ന കക്ഷിയോട് കക്ഷി പറയാത്ത കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ എൻ്റെ അടുത്തൊരു കക്ഷി ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, അയാൾക്ക് റിപ്ലൈ കൊടുത്തു. എന്നിട്ട് ഞാൻ വക്കീലിനെ വിളിച്ചു. വക്കീൽ വിളിച്ചപ്പോൾ തന്നെ വക്കീൽ പറഞ്ഞു, ആ കക്ഷി പറഞ്ഞു സാറേ ഫുള്ള് ശരിയല്ല, അയാൾ ഇത്ര പറഞ്ഞുള്ളൂ, ഇതും കൂടി ഉണ്ടാവും. ഞാൻ വീണ്ടും കക്ഷി വിളിച്ചു, ശരിയാണ്. ഇതെങ്ങനെ വക്കീൽ അറിയുന്നത്? സൈക്കോളജിയാണ്. നിരന്തരം കക്ഷികളുമായി ഇടപെടുമ്പോൾ കിട്ടുന്ന സൈക്കോളജിയാണ്. ഇപ്പോൾ ലോയും LLB പ്ലസ് MA സൈക്കോളജിയോ MS സൈക്കോളജിയോ ഇഗ്നോയോ ഒക്കെ ചെയ്യാം. ലോയുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. ലോക്ക് പഠിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് സൈക്കോളജി. നല്ല ഡിമാൻഡുള്ളതാണ്. ഗവൺമെന്റ് ജോലി, ലോ പഠിച്ചാൽ കിട്ടുന്ന ഒരുപാട് ഗവൺമെന്റ് ജോലി ഉണ്ട്. ഞാൻ തന്നെ ഏകദേശം 17ഓളം ഗവൺമെന്റ് ജോലി കിട്ടിയ വ്യക്തിയാണ്. എനിക്ക് കിട്ടിയ 6 ഗസ്റ്റഡ് ഓഫീസർ പോസ്റ്റ് ഉണ്ട്. എനിക്ക് 6 ഗസ്റ്റഡ് ഓഫീസർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 6ഉം ലോ പഠിച്ചു കിട്ടിയാണ്. പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, സെയിൽ ടാക്സ് ഓഫീസർ, നേവിയിൽ ലോ ഓഫീസർ, CRPF അസിസ്റ്റന്റ് കമാൻഡന്റ്, പിന്നെ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഈ 6ഉം ലോ എൻ്റെ കയ്യിലുള്ള കിട്ടിയാണ്. അപ്പൊ ലോ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഗവൺമെന്റ് ലോക്ക് മാത്രമുള്ള പോസ്റ്റാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്ന സ്ലൈഡ്. ലോ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, GST ഓഫീസർ, മുനിസിപ്പൽ സെക്രട്ടറി, ലീഗൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, KFC ലീഗൽ അസിസ്റ്റന്റ്, KSFE ലീഗൽ ഓഫീസർ. ഇതൊക്കെ ഈ പോസ്റ്റുകൾക്കൊക്കെ LLB-ക്കാരെ മാത്രമേ പറ്റൂ. ചില പോസ്റ്റുകളിലേക്ക് LLB-ക്കാർക്ക് ഈക്വലന്റ് ആയിട്ട് MCOM വെച്ചിട്ടുണ്ട് ചില പോസ്റ്റുകൾ, GST ഓഫീസറൊക്കെ കേട്ടോ. എന്നാൽ LLB-ക്കാർക്കുള്ള പോസ്റ്റുകളാണ് ഇതൊക്കെ ഉള്ളത്. ഈ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്. മൻസൂർ അലി കാപ്പുങ്ങൽ, പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഗവൺമെന്റ് ജോലി 54 ഗവൺമെന്റ് ജോലി കിട്ടി. ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, 54 ഗവൺമെന്റ് ജോബ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. ഇഫ് വൺ പേഴ്സൺ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. 54 ഗവൺമെന്റ് ജോബ് കിട്ടിയ വ്യക്തിയാണ്. ജസ്റ്റ് പരിചയപ്പെടുത്തി മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ലോ കഴിയുമ്പോൾ ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രിയുടെ ബേസ് എഴുതാൻ ഒരുപാട് എക്സാം ഉണ്ട്. ഒരു 10-30ഓളം എക്സാമുകൾ ഡിഗ്രി ബേസ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ലോയും ഉണ്ട്, ഡിഗ്രി ഉണ്ടല്ലോ. അപ്പൊ ആ ഡിഗ്രി അടിസ്ഥാനമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ എക്സാം എഴുതാൻ പറ്റും. ഇനി നിരവധി സ്ഥാപനങ്ങളിൽ ലീഗൽ ഓഫീസർ വേണം. ലീഗൽ ഓഫീസേഴ്സ് ആർ നീഡഡ് ഇൻ മെനി ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ ബാങ്കുകളിലും, എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും, എല്ലാ കമ്പനികളിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ലീഗൽ ഓഫീസർ വേണം. ഏത് സ്ഥാപനമായാലും അതിന് ലീഗൽ കാര്യങ്ങൾ നോക്കാൻ വേണം. റിസർവ് ബാങ്കിൽ വേണം, SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക്, കാത്തലിക്, ഞാൻ പറയുന്നില്ല,
എല്ലായിടത്തും ലീഗൽ ഓഫീസർ വേണം. അതിന് LLB ആണ് ക്വാളിഫിക്കേഷൻ. റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് ധാരാളം ലീഗൽ പോസ്റ്റുകളുണ്ട്, ലോ കഴിഞ്ഞ ആൾക്കുണ്ട്. ആ പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പോസ്റ്റാണ് ലീഗൽ ഓഫീസർ. എത്രയാണ് ലോ കോളേജ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ റെയിൽവേ ലീഗൽ ഓഫീസർ ആയിട്ടുള്ളത്? പല സ്ഥലത്ത് റെയിൽവേ ജഡ്ജ് ഉണ്ട്, ജഡ്ജാവാം. റെയിൽവേയിൽ പ്രോസിക്യൂട്ടർ ഉണ്ട്, പ്രോസിക്യൂട്ടർ ആവാം. ഇതൊക്കെ സാധ്യതയാണ്. ലീഗൽ ഓഫീസറാണ് കണ്ടമാനം പോസ്റ്റ് ഉള്ളത്. റെയിൽവേ കോടതിയും റെയിൽവേ ജഡ്ജും ഒക്കെ ഉണ്ട്. അപ്പോ പിന്നെ അടുത്ത നോട്ടറി പബ്ലിക്. നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ നോട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് നോട്ടറി പബ്ലിക്. അപ്പോൾ അത് 7 വർഷം പ്രാക്ടീസാണ് വേണ്ടത്. ആ നോട്ടറി പബ്ലിക്കിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ സാധാരണ നമുക്കറിയാം ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യണം ഗസ്റ്റഡ് ഓഫീസറാണ്. പക്ഷെ കോടതിയിലേക്കുള്ള ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ ഗസ്റ്റ് ഓഫീസർ പോരാ. അവിടെ നോട്ടറി പബ്ലിക് LLB-കാരൻ വേണം, അഡ്വക്കേറ്റ് വേണം. അയാളെ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ നോട്ടറിയായി അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, ആള് വരും അറ്റസ്റ്റ് ചെയ്യാൻ. അറ്റസ്റ്റ് നോട്ടറി ഫീസ് വാങ്ങിക്കാം. സാധാരണ ഗസ്റ്റ് ഓഫീസർക്ക് അറ്റസ്റ്റ് ഫീസ് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നോട്ടറി ഫീസ് വാങ്ങിക്കാം, വീട്ടിലിരുന്ന് ഫീസ് വാങ്ങിക്കാവുന്ന പോർഷനാണത്. പിന്നെ കോടതി പോവാതെ ഒരുപാട് രേഖകൾ, ഡോക്യുമെന്റ്സുകൾ, ഡീഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് നിങ്ങൾ തയ്യാറായി കൊടുത്താൽ അത് നിങ്ങൾക്ക് പൈസ വാങ്ങാൻ പറ്റും. ഇപ്പൊ കോടതി കേസൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ സ്ഥലം വിൽക്കുന്നു, വേറൊരാൾ സ്ഥലം വാങ്ങുന്നു, ഒരു അഗ്രിമെന്റ് എഴുതണമല്ലോ. എന്റെ സ്ഥലം 10 ലക്ഷത്തിന് വിൽക്കുന്നു, വേറൊരാൾ 10 ലക്ഷത്തിന് വാങ്ങുന്നു, 1 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്നു, ബാക്കി 6 മാസം സമയം പറയുന്നു, എഴുതുമല്ലോ. അത്തരം എല്ലാ എഴുത്തും ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ക്ലബിന് ഒരു ബൈലോ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുത്തുണ്ടാവും. അത്തരം ഘട്ടങ്ങളൊക്കെ അഭിഭാഷകർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കോടതിയിൽ പോകാതെ തന്നെ ആ കാര്യങ്ങൾ ചെയ്തിട്ട് ആധാരം എഴുതാം. ആധാരം എഴുത്തേക്ക് മാത്രമല്ല, അഭിഭാഷകർക്കും ആധാരം എഴുതാൻ പറ്റും. അപ്പൊ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫാമിലി കൗൺസിലർ ആകാം. കാരണം അഭിഭാഷകർ ശരിക്കും കൗൺസിലേഴ്സ് ആണ്. എല്ലാ അഭിഭാഷകരുടെ അടുത്തും ഇഷ്ടംപോലെ ഫാമിലി കേസുകൾ വരും, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അഭിഭാഷകർ ഡിവോഴ്സിന് പ്രോത്സാഹിപ്പിക്കൂല, അഭിഭാഷകർ പറഞ്ഞ് തീർക്കുക ചെയ്യുക. നിവൃത്തിയില്ലാത്ത കേസുകൾ മാത്രമേ കോടതി പോയി ഡിവോഴ്സ് വാങ്ങുള്ളൂ, വാശിയുള്ള കേസ് മാത്രം. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അഭിഭാഷകർ വക്കീൽ ഓഫീസ് വെച്ച് പറഞ്ഞു തീർക്കും. അപ്പോൾ ലോയർ ഇസ് എ ഗുഡ് ഫാമിലി കൗൺസിലർ. ഇത് കുടുംബ ബന്ധങ്ങൾ ഇനി കൂടി വരിക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി വരിക. അപ്പോൾ ഇവിടെ അഭിഭാഷകർക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. മികച്ച ഫാമിലി കൗൺസിലറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിരവധി കാര്യങ്ങൾ അഭിഭാഷകർ. ഇപ്പം പാസ്പോർട്ട് ഓഫീസ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, നിയമങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. സാധാരണക്കാരനായ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനൊക്കെ ഒരുപാട് പാസ്പോർട്ട് വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതിന് നിയമങ്ങളിൽ. കാരണം സാധാരണക്കാരൻ ആൾ നമ്മളടുത്ത് വരുന്നു, അവിടെ നമുക്ക് ഇടപെടാം. ഗവൺമെന്റ് ഓഫീസുകളിലെ വേരിയസ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട്, ലൈസൻസുകൾക്ക് വേണ്ടി, ബിൽഡിംഗ് പെർമിറ്റുകൾക്ക് വേണ്ടിയൊക്കെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ സാധാരണക്കാർക്ക് അറിയില്ല. അവിടെ നമ്മൾ ഇടപെടാം. അഭിഭാഷകൻ ഡിമാൻഡുള്ള ഏരിയയാണത്. വിദേശത്ത് ഫോറിൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് LLB കേരളത്തിൽ എടുത്ത് LLM പിന്നെ US എടുക്കാം, LLM UK എടുക്കാം, LLM സിംഗപ്പൂർ ചെയ്യാം. നിങ്ങൾക്ക് LLB കേരളത്തിൽ എടുത്തിട്ട് ജോലി ചെയ്യാൻ വേണ്ടി US UK കാനഡയിലോ പോകാൻ പറ്റും. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ആ രാജ്യത്തിന് എക്സാം പാസ് ആണെന്നുള്ളൂ. വിദേശ രാജ്യങ്ങൾ ഇഷ്ടംപോലെ ലോ ഫേംസ് ഉണ്ട്. ഇപ്പോൾ UAE ഇഷ്ടംപോലെ ലോ ഫേംസ് വന്നിട്ടുണ്ട്. നമ്മളെ ആളുകൾ അവിടെയൊക്കെ ലോ ഫേംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. LLB-കാരനാണ്. CBI ലീഗൽ ഓഫീസർ LLB-കാരനാണ്. അപ്പോൾ CBI 3 ടൈപ്പ് പോസ്റ്റുകൾ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ജഡ്ജി LLB ക്വാളിഫൈഡ് ആയ ആളാണ്. NIA പ്രോസിക്യൂട്ടർ LLB-കാരാണ്. NIA ഡെപ്യൂട്ടി ലീഗൽ അഡ്വൈസർ LLB-കാരനാണ്. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നപ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ കച്ചവട സ്ഥാപനങ്ങൾക്കും ഈ ടാക്സ് വരുന്നുണ്ട്. അത് ഫയൽ ചെയ്യാൻ പഠിക്കണം.
അത് LLB ഫയൽ ചെയ്യാൻ പറ്റും. നമ്മൾ ടാക്സ് പ്രാക്ടീഷണർ ഏൽപ്പിക്കാണ്, വേണ്ട LLB ചെയ്യാൻ പറ്റും. ആ മേഖല ഒരുപാട് ഡിമാൻഡുള്ള മേഖലയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 3 പോസ്റ്റുകളുണ്ട്. പാർലമെന്റ് റിപ്പോർട്ടർ LLB പോസ്റ്റ്, പാർലമെന്റ് ഇന്റർപ്രറ്റർ LLB സെക്രട്ടറി അസിസ്റ്റന്റ് പാർലമെന്റിൽ LLB ഇന്ത്യ കേരള നിയമസഭയിൽ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റിൽ, നിയമസഭയിൽ സെക്രട്ടേറിയറ്റിൽ കേരള ആ സെക്രട്ടേറിയറ്റിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടേറിയറ്റ് ലീഗൽ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും LLB ക്ലിയർ ആയല്ലോ. പിന്നെ ലോ ഫേംസ്, ഞാൻ ഒറ്റ ലോ ഫേമിനെ ഒരു 5 ലോ ഫേമിനെ പരിചയപ്പെടുത്താം. ഇത് ഒരു ലോ ഫേമാണ്, സിറിൽ അമർചന്ദ് മംഗൾദാസ് ലോ ഫേം. ആ ലോ ഫേമിൽ സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് 2024 ഫ്രഷായി LLB കൊടുത്ത ശമ്പളം മിനിമം 14-18 ഇടയിൽ, 14 ലക്ഷത്തിനും 18 ലക്ഷത്തിനും ഇടയിലാണ് ഫസ്റ്റ് സാലറി. അയാൾക്ക് പ്രൊമോഷൻ അത് നിയമിക്കുമ്പോൾ അസോസിയേറ്റ് എന്നാണ് നിയമിക്കുന്നത്, അസോസിയേറ്റ് നിയമിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് പ്രൊമോഷൻ ആ കമ്പനിയിൽ, ആ ലീഗൽ ഫേമിൽ നെക്സ്റ്റ് പ്രൊമോഷൻ ഈസ് senior associate and his salary is in between 25 to 40 lakhs per annum. His next promotion is principal associate, then his salary will be 40 to 60 lakhs per annum. The last promotion will be partner. It will be for normally 60 lakhs per, more than 60 plus lakhs per annum. ഒരു കമ്പനിയാണ് പറഞ്ഞത്. ഞാൻ അതുപോലത്തെ 5 കമ്പനിയെ പരിചയപ്പെടുത്താം. ഈ 5 ഇതൊക്കെ ഈ ലെവലിൽ കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. നമ്മുടെ കോളേജിൽ ഒരുപാട് പിള്ളേർ ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് 13 ലക്ഷം 14 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരുപാട് ലോ ഫേംസ് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അത്രയും അനിതര സാധാരണമായ സാധ്യതകളുള്ള ഒരു പ്രൊഫഷനാണ് ലീഗൽ പ്രൊഫഷൻ എന്ന് മാത്രമാണ് ഞാൻ 6 ഈ ഒരു സ്ലൈഡ് കൊള്ളിക്കാൻ വേണ്ടി 6 കാണിച്ചെന്നുള്ളൂ. ഇഷ്ടം പോലെ ഒരു 100-200 ഉണ്ടാവും. യെസ്, നിങ്ങൾക്കൊരു ഐഡിയ ലീഗൽ പ്രൊഫഷന്റെ സാധ്യതയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. 8:15-20 ഞാൻ പറഞ്ഞത് 8:18 ആയപ്പോൾ അവസാനിപ്പിച്ചു. യെസ്, എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചു. ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, ഓക്കെ. ചോദിക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഡയറക്ട്ലി ചോദിക്കാം. നമുക്ക് അധികം സമയമില്ല. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈസ് ദർ എനി ഏജ് ലിമിറ്റ് ഫോർ ദിസ് ഡിസിഷൻ ആഫ്റ്റർ LLB? ഉണ്ടാവും. പല പോസ്റ്റ് ഗവൺമെന്റ് ജോബ് ഒക്കെ ആകുമ്പോൾ അതിന്റെ ഏജ് ലിമിറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ 2 കാര്യം പറയാം. LLBക്ക് പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോ 75 വയസ്സായ ആളുകളൊക്കെ വരുന്നുണ്ട്. 75 പഠിക്കാൻ വന്നിട്ട് 78 ആയിട്ട് പോയ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ ചില പോസ്റ്റുകൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ടാവും. നിങ്ങൾ ജോലികൾക്ക്, ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസർ ആണെങ്കിൽ 35 വയസ്സും റിസർവേഷൻ ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പോസ്റ്റുകൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. ആർമി ഒക്കെ ആണെങ്കിൽ 27 വയസ്സ്, അങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടാവും കേട്ടോ ജോലികൾക്ക്. ചിലപ്പോൾ അത് ഓരോ ജോലികൾക്കും ഡിഫറെന്റ് ആണ്. ഗവൺമെന്റ് ജോലിയൊക്കെ ആണെങ്കിൽ 35 വയസ്സൊക്കെ 36 വയസ്സാണ് സാധാരണ PSC ഒക്കെ പറയാറുണ്ട്. യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. തുടക്കത്തിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. സാറിനെ പരിചയപ്പെടുത്തിയ സമയത്ത് ഉണ്ടായിട്ടില്ല. സാറ് കോഴിക്കോട് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. നേരത്തെ പേരെന്ന് പറയാ സാർ? എന്റെ പേര് അനീസ്. ANES. ഞാൻ പരിചയപ്പെടുത്താം, അവസാനം പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു ഡിഫറൻറ്റ് ചോദ്യമാണ്. പിന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നവര് പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ അവരുടെ സാധ്യതകൾ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ള. നമ്മുടെ കോളേജില് ഇപ്പൊ ജഡ്ജിമാരായി വന്നിട്ടുള്ള കുറെ ആളുകൾ ഹുദവികളാണ്. ചമ്മാട് ദാറുൽ ഹുദയെ പഠിച്ച ആളുകൾ ഇപ്പൊ ജഡ്ജിമാരായിട്ട് വന്നിട്ടുണ്ട്. ഹുദവികൾ ഇപ്പോഴും കോളേജിൽ ഒരു 8-10 ഹുദവികൾ പഠിക്കുന്നുണ്ട്. ഒരു വാഫികള് കുറെ പേര് പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അവർക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റും. ഒന്നത് ഹുദവികളും വാഫികൾക്കൊക്കെ, പ്രത്യേകിച്ച് ഹുദവികൾക്ക് നല്ല ഇംഗ്ലീഷാണ്, നല്ല അറബിക്കാണ്. ഇംഗ്ലീഷും അറബിക്കും നന്നായി അവർക്ക് ബേസിക് നോളജ് ഉണ്ട്. പിന്നെ അവർ കുറച്ചും കൂടിയും ലോ കോളേജിന്റെ കൾച്ചറിൽ വരുമ്പോൾ അവർ വഴിയേറ്റ സാധ്യത വളരെ കുറവാണ്. കാരണം വഴിയോര കാഴ്ചകളിൽ അവർ അഭിരമിക്കില്ല.
അവരൊന്നിക്കും പോകില്ല, അവർക്ക് കൃത്യമായ ഫോക്കസ് ഉണ്ടാവും. ഇവർക്കൊക്കെ വിദേശത്ത് പോയാൽ അറബിയും ഇംഗ്ലീഷും പ്ലസ് ലോയും നല്ല ഡിമാൻഡാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. വിദേശത്ത് അവർക്ക് നല്ല ചാൻസ് ഉണ്ടല്ലേ? നല്ല ചാൻസ്. അറബിയും ഇംഗ്ലീഷും ഉണ്ട്. ട്രാൻസ്ലേഷനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. എന്താ ഒരുപാട് UAE-യിലും ഖത്തറിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവര് LLM ചെയ്യുന്നുണ്ട്, PhD ചെയ്യുന്നുണ്ട്, അവര് ജുഡീഷ്യൽ ഓഫീസർ പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഒക്കെ പറ്റും. കാരണം ലാംഗ്വേജിന്റെ ഗുണം അവിടെ ഉണ്ടല്ലോ, എവിടെയും പറ്റും. ഓക്കെ, യെസ്. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? എന്റെ ഫോൺ നമ്പർ ഇപ്പം ഷെയർ ചെയ്യാം. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കണ്ട കേട്ടോ. ഓക്കെ, മെസ്സേജ് അയക്കുള്ളൂ. പിന്നെ could you please more about international law? സർ ഒരു പ്രേമരാജ് സാർ എന്താ ചോദിക്കൂ സർ പ്ലീസ്. യെസ്, കേൾക്കാം സർ. സാറ് മ്യൂട്ടാണ്, പ്രേമരാജ് സാർ മ്യൂട്ടാണ്. പ്ലീസ് അൺമ്യൂട്ട്. നേരിട്ട് പറയാവോ? പറഞ്ഞോളൂ. അല്ല, മ്യൂട്ടല്ല സാർ. സാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അതിന് ലീഗൽ സപ്പോർട്ട് ഉണ്ടോ? അല്ല നമ്മള് അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തീർത്ത് ലീഗൽ സപ്പോർട്ട് ഉണ്ട്. രീതിയാണോ? അല്ല സാർ, ലീഗൽ സപ്പോർട്ട് ഉണ്ട്. കോടതിയിൽ തന്നെയാണ് വിടുക, കോടതി തന്നെ ആർബിട്രേഷൻ വിടും. ലീഗൽ സപ്പോർട്ട് ഉണ്ട്. അത് നല്ല ഡിമാൻഡുള്ള, അത് റിട്ടേൺ ചെയ്ത ആളുകൾക്ക് നല്ല ഡിമാൻഡുള്ള ഏരിയ ആണത്. ADR നന്നായി പഠിക്കും. IMT കോളേജ് പെരിന്തൽമണ്ണ ചോദിക്കുന്നത്. പറയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അഡ്വക്കസി കൊണ്ട് നമ്മളെ കുറ്റകൃത്യങ്ങൾ കുറക്കാൻ വല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. It's a different topic. We can നമുക്ക് it's important, but ഈ ഡിസ്കഷനിൽ നമുക്ക് അത് ഒഴിവാക്കാൻ തോന്നുന്നു. Okay. Yes. ജന്നാലിയ ചോദിച്ചോളൂ. ഹായ് സർ, ഗുഡ് ഈവനിങ് സർ. സർ ഇപ്പോൾ ഒരു പ്രശ്നം പോലെ എനിക്ക് ഡൗട്ട് ഉള്ളത്, അതിലെങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. എന്താ ചോദിച്ചാൽ ലീഗൽ പ്രൊഫഷനിൽ എങ്ങനെ എത്തിച്ചേരാന്നല്ലേ അല്ലേ? അല്ല സർ, ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞല്ലോ സർ, അതിൽ നമുക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിക്കായിരുന്നു പ്രസന്റ് സ്ലൈഡിൽ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അത് പിന്നെ ഇപ്പൊ കോഴിക്കോട് കുറവാണ്, എറണാകുളത്തൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കണക്ഷനാണ് കാര്യം. നമ്മൾ CV തയ്യാറാക്കിയിട്ട് മാക്സിമം കമ്പനികളിലേക്ക് ഇത്തരം കമ്പനികൾക്ക് അയക്കുകയും അവർ നമ്മളെ ഓൺലൈൻ ഇന്റർവ്യൂവിന് വിളിക്കുകയും ആ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ CV കണ്ടിട്ട് അവര് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ ചെയ്യുക. കണക്ഷനാണ് പ്രധാനമായിട്ടും. ഇത്തരം ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന കമ്പനികളെ എറണാകുളത്തൊക്കെ ധാരാളം സ്റ്റുഡൻസ് LLB ചെയ്യുന്നുണ്ട്. അവരുമായി കണക്ട് ചെയ്തിട്ട് ഇത്തരം കമ്പനികളിലേക്ക് നിങ്ങൾ അയച്ചിട്ട് അവർ നിങ്ങളെ ഇന്റർവ്യൂ നടത്തണം. വേറെ ഒന്നുമില്ല. ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് കമ്പനികൾക്ക്. നിങ്ങൾ പിന്നെ നല്ലൊരു CV ഉണ്ടായിരിക്കണം. അത്രയും പ്രധാനമാണ്. CV ഉണ്ടായിരിക്കണം. മിനിമം ഒരു ലാംഗ്വേജ്, അത്യാവശ്യം നിങ്ങൾക്ക് ഭയങ്കര ശശിധരൂർ ലാംഗ്വേജ് ഒന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം, അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. അത്രേ ഉള്ളൂ. ഒരുപാട് മലയാളികൾ പോലും ഇന്റർനാഷണലി ഇത്തരം ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നുണ്ട്. കാനഡയിലൊക്കെ ഒരുപാട് കമ്പനികൾ വർക്കുകൾ കേരളത്തിലേക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഉണ്ടാവും, അത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മീൻസ് CV അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് CV അപ്ലോഡ് ചെയ്യുക, അവർ ഇന്റർവ്യൂ വിളിക്കും. അത് 50 100 അപ്ലൈ ചെയ്യുമ്പോൾ 4 5 വിളിക്കുള്ളൂ. അത്രയും വർക്ക് ചെയ്യണം, എന്നാലും കിട്ടും. ഓക്കെ, യെസ്. സാഹിദ PS, വാട്ട് ആർ ഡിഫറെന്റ് പ്രോസ്പെക്ട്സ് ഓഫ് യെസ് പറഞ്ഞോളൂ. I'm sorry to interrupt. Sir, could you please give us ഏതെങ്കിലും 2-3 ഫേംസ് അങ്ങനെ പറഞ്ഞുതരാമോ ഏതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ കമ്പനികളെ പേര് ഞാൻ പറയുന്നില്ല. ഐ വിൽ നോട്ട് സേ, അതൊരിക്കലും ഞാൻ പറയില്ല. ഒരു ഒഫീഷ്യൽ കമ്പനി അല്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോളൂ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടംപോലെ ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ് കൊടുക്കുന്ന ഫേംസ് നിങ്ങൾ സെർച്ച് ചെയ്യും. ഞാനത് പറയുന്നത് ശരിയില്ല.
ഒരു സ്ഥാപനം, കാരണം ഞാനത് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നിങ്ങൾ പോയിട്ട് അതിൽ ശരിയാവില്ല. അതുപോലെ ഒരു അഡ്വക്കേറ്റ് ഓഫീസ് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല, ഈ ഓഫീസ് പോകണമെന്ന് പറയില്ല. യു ക്യാൻ ഫൈൻഡ് ഔട്ട്, അത്രയുള്ളൂ. അത് കണക്ഷൻ മതി. ഓക്കെ, താങ്ക് യു. പിന്നെ വാട്ട് ആർ ഡിഫറെന്റ് പ്രോസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ ലോ? ഇത് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിലമ്പൂരൊക്കെ അറിയില്ലേ, അല്ലെങ്കിൽ തിരുവമ്പാടി ഭാഗത്തൊക്കെ വന്യജീവികളുടെ പ്രശ്നങ്ങൾ, മൃഗങ്ങളും മനുഷ്യൻ തമ്മിൽ സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, കോറികൾ, കരിങ്കൽ കോറികൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം മേഖലകൾ ഇന്റർനാഷണലി ഒരുപാട് ഡിമാൻഡുള്ള ഏരിയയാണ് എൻവയോൺമെന്റൽ ലോ. ഇനി കൂടി വരും. നമുക്ക് സുപ്രീം കോടതിന്റെ മുമ്പ് സുപ്രീം കോടതിയുടെ ഭാഗമായിരുന്നു. ഇപ്പോ എൻവയോൺമെന്റൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, NGT എന്ന് പറയുന്ന കോടതി ഉണ്ട്. കോടതിയിലെ ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിന് ഭയങ്കര ഹരീഷ് വാസ്തവനൊക്കെ നിന്ന് കഴിയാൻ സമയമല്ല, ഫുൾ ടൈം എൻവയോൺമെന്റൽ കേസുകളുടെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഡിമാൻഡ് കൂടുതലുള്ള ഏരിയ തന്നെയാണ്. നിങ്ങൾക്കത് താല്പര്യമുള്ള എൻവയോൺമെന്റൽ മേഖലയിൽ താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ നന്നായി വർക്ക് ചെയ്തിട്ട് ചെയ്യാം. ഹരീഷൊക്കെ ഫ്രാൻസിലും അവിടെയൊക്കെ പോയിട്ട് അതുകൊണ്ട് കോഴ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും അയച്ചു തന്നു, എന്നോടും പോകാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നല്ല ഇന്റർനാഷണൽ സ്കോപ്പ് ഉള്ള ഒരു ഏരിയയാണ് എൻവയോൺമെന്റൽ. ഡു എനി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ഈവനിങ് LLB ഇൻ കേരള ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ? ഈസ് ദർ എനി ചാൻസ് ഇൻ ഫ്യൂച്ചർ ടു സ്റ്റാർട്ട്? ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം ലോ കോളേജിൽ ഈവനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് അതുള്ളത് ഈവനിങ് കേട്ടോ. ഓക്കെ, അത് മുമ്പ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് സുപ്രീം കോടതിന് എടുത്തു കളഞ്ഞാണ്. ഇപ്പൊ തിരുവനന്തപുരം ലോ കോളേജിൽ ഈവനിങ് LLB ഉണ്ട്, ഓൺലി ഫോർ ദ എംപ്ലോയീസ് ഓഫ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഉള്ളൂ. ഭാവിയിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം അത് പിന്നെ സർ, ഇഫ് ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഇഫ് യു ക്യാൻ അഡ്രസ് ഹൗ ടു മാനേജ് ലോ സ്റ്റുഡൻസ് വിത്ത് ദർ ഫീസ് ഇൻ സോഴ്സ് ഓഫ് സ്റ്റൈപ്പൻസ് ആൻഡ് പെയ്ഡ് ഇന്റേൺഷിപ്പ്. അതായത് ഗവൺമെന്റ് ലോ കോളേജുകളിൽ ഒക്കെ ഫീസ് വളരെ വളരെ കുറവാണ്, തുച്ഛമായ ഫീസേ ഉള്ളൂ. അത് തന്നെ 70% കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ മാത്രമല്ല, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 70% കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള ഗ്രാന്റുകളും സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കോഴിക്കോടൊക്കെ ചെയ്യുന്ന വെച്ചാൽ രാവിലെ 8:30 to 1:30 ക്ലാസ്. 1.5 മണിക്ക് ശേഷം കുട്ടികൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, വലിയ വലിയ കമ്പനികളാണ് പെയ്ഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ അത് സെർച്ച് ചെയ്യുക, അവിടേക്ക് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പെയ്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്, പക്ഷെ സാധാരണ ചെറിയ കമ്പനികൾ കൊടുക്കാറില്ല. അവിടേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, CV കൊടുക്കുക, ദേ വിൽ കോൾ. അത് വിളിക്കണം നിർബന്ധമില്ല, പക്ഷേ കിട്ടുകയാണെങ്കിൽ നല്ല പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടും. ഓക്കെ, പിന്നെ പ്ലീസ് എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോ പഠിക്കുന്നത് നല്ലതാണ്, കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അതുണ്ട്, നിയമമുണ്ട്. അപ്പൊ ആ ഇന്റർനാഷണൽ ലോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണലി അതിന് ഗുണം കിട്ടും. കാരണം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ക്രിമിനൽ ലോ പഠിച്ചാല് ഇന്ത്യയിലുള്ള ക്രിമിനൽ ലോ ആയിക്കോളുന്നില്ല മറ്റു ക്രിമിനൽ ലോ, പക്ഷേ ഇന്റർനാഷണൽ ലോ എല്ലായിടത്തും അതുപോലെ തന്നെയാണല്ലോ. അപ്പൊ വിദേശ രാജ്യങ്ങളിലെ പോകാനും പഠിക്കാനും അവിടെ കോഴ്സ് ചെയ്യാനും ഒക്കെ ഇന്റർനാഷണൽ ലോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, I am a government employee in Kerala government. Can I do LLB from Trivandrum if I transfer to? Yes, you can do. Provided you should get NOC from your department. നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് should give an no objection certificate for your study. അത്രേ ഉള്ളൂ. So what would you prefer? അത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. What would you prefer? എന്താണ് പ്രിഫർ ചെയ്തത്? എന്ത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല കേട്ടോ. Is it necessary to write trademark and patent exam for practicing as trademark? Not necessary. നിർബന്ധമല്ല. LLB മാത്രം മതി. LLB മാത്രം വെച്ചുകൊണ്ട് തന്നെ മികച്ച ട്രേഡ്മാർക്ക് ലോയർ ആവാം. പിന്നെ ട്രേഡ്മാർക്ക് അറ്റോർണിയൊക്കെ ആയിട്ട് ഒന്നും കൂടി മുന്നോട്ട് പോകാൻ നല്ലതാണ്. പക്ഷെ ഇപ്പോഴും LLB വെച്ചുകൊണ്ട് തന്നെ മികച്ച ട്രേഡ്മാർക്ക് ലോയർ ആയിരുന്നത് പോകാൻ പറ്റും. പിന്നെ ആ മേഖലയിൽ പോകുമ്പോഴൊക്കെ അതിന്റെ ഏറ്റവും മികച്ച കോഴ്സുകൾ എടുക്കുന്നത് നല്ലതാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ LLB മതി. What is the difference between studying in National Law University and Government Law College? അതാണ് ചോദിക്കുന്നത്. അതാണ് what would you prefer? നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫീസ് ഉണ്ട്. 2.25 ലക്ഷം രൂപയാണ് ഒരു വർഷം ഫീസ്. അപ്പൊ ഏകദേശം 13-14 ലക്ഷം രൂപ 5 വർഷത്തെ കോഴ്സിന് വേണം. അവിടെ 5 ഇയർ മാത്രമേ ഉള്ളൂ. 13-14 ലക്ഷം രൂപ ഉണ്ടാവും. പക്ഷെ അവിടെ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ പാൻ ഇന്ത്യൻ കൾച്ചർ കിട്ടും. നിങ്ങൾ റൂംമേറ്റ് ഒരു രാജസ്ഥാൻകാരനാവും,
മറ്റേ ആൾ തമിഴ്നാട്ടുകാരനാവും. അപ്പൊ അങ്ങനത്തെ ഒരു പാൻ ഇന്ത്യൻ കൾച്ചർ കിട്ടും. കുറച്ചുകൂടി അവർ ഫോക്കസ്ഡ് ആയിരിക്കും. ഗവൺമെന്റ് ലോ കോളേജ് പോലെ സമരങ്ങളോ അടിപിടികളൊക്കെ കുറവായിരിക്കും. അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി നമ്മൾ പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ആളുകളുടെ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകളുടെ സ്വഭാവം നമ്മളെ സ്വാധീനിക്കുമല്ലോ. അപ്പൊ അക്കാഡമിക്കലി ഓറിയന്റഡ് ടീം ആവുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഗവൺമെന്റ് ലോ കോളേജുകൾ ഒട്ടും മോശമല്ല. കാരണം ഗവൺമെന്റ് ലോ കോളേജ് കുറച്ചും കൂടി വിശാലമായ ഒരു ആകാശമാണ്. നിങ്ങൾക്ക് പഠിക്കണേ പഠിക്കാം, അടികൂടണമെങ്കിൽ അടികൂടാം, പിന്നെ പ്രേമിക്കണേ പ്രേമിക്കാം, ആരും ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫ് പിന്നെ എന്നാണ് ഗവൺമെന്റ് ലോ കോളേജ്. അപ്പൊ അവിടുന്ന് പഠിക്കുന്നവരുണ്ട്, മോശമാവുന്നവരുണ്ട്. അപ്പോൾ പക്ഷെ ഗവൺമെന്റ് ലോ കോളേജിൽ നിങ്ങൾക്ക് ആ ഫീസ് ഇല്ല. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നാഷണൽ ലോ സ്കൂളിന് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല, ഗവൺമെന്റ് ലോ കോളേജുകൾ മതി. ഓക്കെ, യെസ്, ചോദ്യം കഴിഞ്ഞോ? ചോദ്യം